എന്ന് പറഞ്ഞാൽ എപ്പോഴും വെക്കൂല എന്നല്ല. ഇത് വന്നപ്പോ ഇപ്പൊ ഒരു മുൻകൂർ ജാമ്യം. അതെന്താന്നറിയോ? മുൻകൂർ ജാമ്യം അതെന്താ? അങ്ങനെ ചില വീഡിയോകൾ ഉണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ആരും ഭയപ്പെടണ്ട. നമ്മുടെ പണ്ഡിതന്മാർ ചില ആളുകളുടെ സമീപത്ത് പോയത് അവർക്ക് വിലായത്തുണ്ട് എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. വിലായത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പോയി. പക്ഷേ ആ വിലായത്ത് പിന്നീട് ഊരപ്പെട്ടു. എങ്ങനെ? വിലായത്ത് ഊരപ്പെട്ടു. അങ്ങനെ വിലായത്ത് ഊരപ്പെട്ടപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർക്ക് അതറിയാൻ കഴിഞ്ഞു അവരുടെ വിലായത്ത് ഊരിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നെ പോകാൻ പാടില്ല എന്നതിലേക്ക് നമ്മുടെ പണ്ഡിതന്മാരെത്തി. എങ്ങനെ? ഈ ലോകത്തൊരാൾക്ക് വിലായത്ത് കൊടുക്കുന്നതും വിലായത്ത് നഷ്ടപ്പെടുത്തുന്നതും ഈ ശൂറയാണത്രേ. എങ്ങനെയുണ്ട് സംഭവം? അത് ഊരിയാൽ ഓൻ വിചാരിച്ചത് പൂവമ്പയം പറിക്കാതാ. വിലായത്ത് ഊരലും കൊടുക്കലൊക്കെ ഇവനാണത്രേ. ഒന്നാമത്തെ മുഖദ്ദിമ ഞാനത് കൊണ്ടുവരാൻ പോകണവളെ ആമുഖമായി ഞാൻ പറഞ്ഞോട്ടെ. വിലായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ധാർമ്മികമായി ഒരധികാരവുമില്ല. കാരണം എന്തുകൊണ്ട്? അഹ്ലുൽ വിലായത്തിനെ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ? ഇ.കെ. ഉസ്താദിന്റെ ചരിത്രം പഠിക്ക്. മാനന്തവാടിക്കടുത്ത കെല്ലൂർ എന്ന് പറയുന്ന നാട്ടിൽ അന്ന് മഹാനരായ ശംസുൽ ഉലമയുണ്ട്. ആ നാട്ടിലുള്ള ചിലർ മടവൂർ ശൈഖുനയെ സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, വലിയാണോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഉലമാക്കളെ വിളിച്ചുകൂട്ടി അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങളുടെ മീസാനുൽ കുബ്ര എന്ന ഗ്രന്ഥമെടുത്ത് മടവൂർ ശൈഖുന വലിയാണ് അന്നതാ പറയേണ്ടത്. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. മടവൂർ വലിയല്ലെങ്കിൽ പിന്നാരടാ വലിയ? എഴുതി വെക്കപ്പെട്ട ചരിത്രമാണ്. മടവൂർ മഖാമിൽ നിന്നിറക്കിയ പുസ്തകത്തിൽ അതുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് ഈ ചോദ്യം ചോദിച്ചു. അതുപോലെ തന്നെ വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടായപ്പോ ഈ വേങ്ങരയിൽ വന്ന് ഉലമാക്കളുടെ സൂര്യനായ ശംസുൽ ഉലമ പ്രഖ്യാപനം നടത്തി. വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ല, താജുൽ ഔലിയാണ്. തൃപ്പനച്ചയിലെ ഉസ്താദ് അവറുകൾ ഇവര് സംശയമുണ്ടാക്കി. വിലായത്തിന്റെ മർത്തബകൾ ഒരുപാട് ഉന്നതിയിലെത്തിയ മഹാനാണെന്ന് ലോകരെ പഠിപ്പിച്ചു ശംസുൽ ഉലമ. പൊന്നാനിയിൽ അന്ന് ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു സയ്യിദ് അവറുകൾ അവരെ സംബന്ധിച്ച് ചർച്ചയുണ്ടായപ്പോൾ അങ്ങനെ അക്കാലത്ത് ഔലിയാക്കന്മാരെ കുറിച്ചുള്ള ചർച്ചയിൽ വിലായത്ത് സ്ഥിരപ്പെടുത്തി കൊടുത്ത പണ്ഡിതനാണ് ഇ.കെ. ഉസ്താദ് അവറുകൾ. ഇ.കെ. ഉസ്താദിന്റെ പവർ അതല്ലേ. സ്ഥിരപ്പെടുത്താന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട് ഇ.കെ. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഒരു വലിയായി എന്നുമല്ല. കാരണം അവരെ ആര് പറഞ്ഞാലില്ലെങ്കിൽ ഒരു വലിയാക്കുന്നത് അള്ളാഹുവാണ്. പക്ഷെ ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്യം അവര് വലിയാണ് എന്ന് ലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ ഉത്തരവാദിത്വമാണ് ഇ.കെ. ഉസ്താദ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് 89 നിങ്ങൾ പിരിഞ്ഞു പോന്നിട്ട് കാലം എത്രയായി? ഏതെങ്കിലും ഒരു വിലായത്തുള്ള വലിയനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ? ആളുകൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്ന ഒരു മഹാൻ, ഇവര് മഹാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു മഹാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയുങ്ങള്. നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു വലിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ മുജദ്ദിദാണ് എന്ന് പറഞ്ഞ ആളില്ലേ, ആ ആളെങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് ഇറക്കിങ്ങള്. നാടന്മാരായ ആളുകൾ ചോദ്യവുമായി റെഡിയായി നിൽക്കുക. മുജദ്ദിദാരാന്ന് ശരിക്കും ആളുകളാണ് കാണിച്ചു തരും. ചോദ്യം അങ്ങോട്ട് തുടങ്ങും. അതിന് കൂടുതൽ ആളുകളൊന്നും വേണ്ട. മുജദ്ദിദും മുജ്തഹിദും ആ യോഗ്യതയുള്ള ആലിമും ആലിമിനെ കൊണ്ടുവരികള്. ആലിമിന്റെ ഷർത്ത് പാലിക്കുന്ന ആലിമാകണം. അല്ലാതെ പഠിക്കലൊന്നും ചെയ്യലൊന്നും ആ ആലിമിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ശരീഅത്ത് പാലിക്കുന്ന ആലിമുണ്ടെങ്കിൽ കൊണ്ടുവരി. ഇതൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. ഏത് വലിയനെയാ നിങ്ങൾ സ്ഥിരപ്പെടുത്തിയത്? ഇ.കെ. ഉസ്താദ് സ്ഥിരപ്പെടുത്തിയ ഒരുപാട് ഔലിയാക്കന്മാരെ ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് അങ്ങനെയുള്ള ഒരു വലിയനും കിട്ടാതെ വന്നപ്പോ ചെത്തിക്കൂർപ്പിച്ച് വിലായത്തിന്റെ പദവി കൊടുത്ത് നിങ്ങൾ ഔലിയാക്കളെ സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്? വലിയ ശൂറയായ ഓനൊക്കെ വലിയ
ഞാൻ പറഞ്ഞല്ലോ, വലിയ ആയിട്ടുണ്ടാവും പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കുമ്പോ വിലായത്തുള്ള വാപ്പ എന്നുള്ള അർത്ഥത്തിന്. സൂഫി ആവില്ല, സൂഫി ആയിട്ടുണ്ടാവും. ഇതൊക്കെ അള്ളാഹ് ആക്കുന്നതാണ്. ഞാൻ